അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊണ്ട് കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ തലമുറ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈ തലമുറ, പഴയ തലമുറയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒന്നാണ്. ലോകത്ത് ഇന്നേ വരെ വന്നിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും തങ്ങളുടെ പുതിയ തലമുറയെ വളരെ സംശയത്തോടും ആശങ്കയോടും കൂടിയാണ് കാണാറുള്ളത്. പുതിയ തലമുറയെ ഒരു അന്യഗ്രഹ ജീവികളെ പോലെയാണ് പലപ്പോഴും പരിഗണിക്കാറുള്ളത്. അവർ വഴിതെറ്റുമോ എന്നത് മാത്രമല്ല, അവർ നമ്മളെ കൂടെ വഴിതെറ്റിക്കുമോ എന്നുള്ള ആശങ്കയും സംശയവുമാണ് പഴയ തലമുറയ്ക്ക്, നിലവിലുള്ള തലമുറയ്ക്ക് ഉള്ളത്. പലപ്പോഴും ആ രീതിയിലാണ് പുതിയ തലമുറയെ കൈകാര്യം. എന്നാൽ ഇവിടെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ തലമുറയെക്കുറിച്ച് പഴയ തലമുറ സങ്കല്പിച്ചു വെച്ചതെല്ലാം അവരുടെ മുമ്പത്തെ തലമുറ അവരെക്കുറിച്ച് സങ്കല്പിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമാണ്. ഓരോ തലമുറയും തങ്ങളുടെ പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറ വളരുന്നു എന്ന വിവരം വളരുന്ന പുതിയ തലമുറക്ക് മാത്രമാണ് അറിയുന്നത്. വേറെ ആരും അത് ആ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. വളർച്ച എന്നത് വളരെ തെറ്റായ ദിശയിലേക്ക് ഉള്ളൊരു സഞ്ചാരമായിട്ടാണ് പഴയ തലമുറക്ക് തോന്നാറ്. ഇളം തലമുറയെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കാത്തവരാണ് പഴയ തലമുറ. അങ്ങനെ പഴയ തലമുറയെ കുറ്റപ്പെടുത്തുക എന്നതൊരു നിർബന്ധ ബാധ്യത, ഒരു ഫർള് പോലെയാണ് പഴയ തലമുറക്ക് തോന്നുന്നത് പുതിയ തലമുറയെക്കുറിച്ച്. എത്രത്തോളം എന്ന് വെച്ചാൽ, വലിയ വിപ്ലവമൊക്കെ സംസാരിക്കുന്ന, തങ്ങളുടെ കാലത്ത് വലിയ വിപ്ലവമൊക്കെ സംസാരിക്കുന്ന ആളുകൾ വരെയും പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു പിശുക്കും കാണിക്കാറില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ച പിതാക്കളെല്ലാം തങ്ങളുടെ മക്കളുടെ സ്വാതന്ത്ര്യം കണ്ട് നിലവിളിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത്. ഇത് ചരിത്രത്തിലൊരു വൈരുദ്ധ്യമാണ്.
എല്ലാവരും ഇങ്ങനെ അവകാശപ്പെടാറുണ്ട്, ഞങ്ങളുടെ കാലം ഒരു വല്ലാത്ത കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലമാണ് കാലം. ഇടുക്കിയെക്കുറിച്ചൊരു പാട്ട് കേട്ടില്ലേ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കാലം ഒരു വല്ലാത്ത കാലമാണ് ഇന്ന് അവകാശപ്പെടാത്ത ഒരു തലമുറയും കഴിഞ്ഞു പോയിട്ടില്ല. ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ മൂല്യങ്ങളൊക്കെ വല്ലാത്ത സംഭവമാണ് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പുതിയ തലമുറയോട് പരിതപിക്കാത്ത ഒരു തലമുറയും കഴിഞ്ഞ് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ ഇതിലൊരു കോമഡി ഉണ്ട്. ഇപ്പം ഈ റാഗിങ് പോലെയാണ്. നമ്മുടെ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യും. നമ്മൾ അറിയാലോ, നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ആ ജൂനിയേഴ്സ് പിന്നെ സീനിയർ ആകുമ്പോൾ അടുത്ത് വരുന്ന ജൂനിയേഴ്സിനെ അവർ റാഗ് ചെയ്യും. ഈ ഒരു റാഗിങ് മോഡലിലാണ് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ ഉള്ള ഒരു ബന്ധം. പുതിയ തലമുറ ചെയ്യുന്നതെല്ലാം മഹാപാതകമായിട്ടാണ് പഴയ തലമുറ മനസ്സിലാക്കുന്നത്. ജനറലി പറയുകയാണ് കേട്ടോ, എല്ലാ ഓരോ ആളുകളും അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ ഒരു 40, 45 അല്ലെങ്കിൽ 50 വയസ്സുള്ള ആളുകൾ അവരുടെ കുട്ടിക്കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ബാലരമ വായിക്കുന്നത്, പൂമ്പാറ്റ വായിക്കുന്നതൊക്കെ വലിയ തെറ്റ് ആയിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. മംഗളം, മനോരാജ്യം, മനോരമ ആഴ്ചപ്പതിപ്പൊക്കെ വായിക്കുന്നത് വലിയ പാതകമായിട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വായിക്കുന്നതും അതിൻ്റെ അഡിക്റ്റാണെന്നൊക്കെ ആരോപണം ഒക്കെ കേൾക്കുകയും ഉസ്താദിൻ്റെ അടുത്തൊന്നും വീട്ടിൽ നിന്നൊക്കെ അടി കിട്ടിയ ആളുകളാണ് ഇപ്പോൾ 40, 45, 50 വയസ്സിലെത്തി നിൽക്കുന്ന ആളുകൾ. എന്തിനേറെ തലമുടി ക്രോപ്പ് ചെയ്യുന്നത് പോലും ഒരു വലിയ തെറ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലും കിട്ടിയിരുന്നു ഉസ്താദിൻ്റെ വക അടി. പാൻ്റ് ഇട്ട് നടക്കുന്നവനെ പച്ചപ്പരിഷ്കാരി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കാലമുണ്ടായിരുന്നു. ഈ കാലമൊക്കെ കഴിഞ്ഞാണ് ഈ തലമുറ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പുതിയ തലമുറയെ വളരെ അയിത്തത്തോടെ, വളരെ ആശങ്കയോടെ, സംശയത്തോടെ കാണുന്ന ആ ഒരു നിലപാട് യഥാർത്ഥത്തിൽ എന്തായിരിക്കണം അവരോടുള്ള ഒരു നിലപാട്? എങ്ങനെയാണ് നാം പുതിയ തലമുറയെ കാണേണ്ടത്? എങ്ങനെയാണ് അവരെക്കുറിച്ചുള്ളൊരു നിലപാട് നാം സ്വീകരിക്കേണ്ടത്? പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കുകയും ഇളം തലമുറയെ ചേർത്ത് നിർത്തുകയും സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തുകയും ചെയ്യാത്തവൻ മുസ്ലിമല്ല. എൻ്റെ ആശയമാണ് പറയുന്നത്. ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്ക് തോന്നുക മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ചെറിയ കുട്ടികൾ വരുമ്പോൾ എടുത്ത് താലോലിക്കണം. ഇതല്ലാതെ ഖുർആനായത്തുകളും ഹദീസുകളും ഒക്കെ അതിൻ്റെ ഏറ്റവും സങ്കുചിതമായ അർത്ഥം കൊടുക്കുന്ന നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ പറഞ്ഞ ഈ വലിയൊരു കാര്യം നമ്മളിങ്ങനെ ചുരുക്കി കെട്ടുന്നത്. യഥാർത്ഥത്തിൽ ഇത് 2 സാംസ്കൃതിക ഉൾക്കൊള്ളലാണ്. അവരുടെ മാതാപിതാക്കളുടെ ഒരു സംസ്കൃതിക ഉൾക്കൊള്ളൽ, അവരുടെ പുതിയ തലമുറയുടെ സംസ്കാരത്തെ വിശാലമായ രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് കൂടിയാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ 2 തലമുറ കാണുന്നവരാണ്. അതായത് മാതാപിതാക്കളുടെ തലമുറയെ കാണും, നമ്മുടെ കുട്ടികളുടെ തലമുറ കാണും. അങ്ങനെ ഈ തലമുറകളുടെ ഇടയിലാണ് നാം നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത്. ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, തങ്ങളുടെ ഒരു ജീവിത രീതിയിലേക്ക് അവരെ പുതിയ തലമുറയെ പുറകോട്ട് വലിക്കാനാണ് പലപ്പോഴും മാതാപിതാക്കൾ തയ്യാറാവുന്നത്. വലിയ വിപ്ലവമൊക്കെ സംസാരിക്കുന്ന ചെറുപ്പക്കാരെ കാണാം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, വലിയ മൂല്യങ്ങളെക്കുറിച്ച് വലിയ വായിൽ സംസാരിക്കും. പക്ഷെ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഈ മൂല്യങ്ങളും ഒന്നും നമ്മളുടെ മക്കൾക്ക് ശരിയാവില്ല എന്ന ഒരു ഇരട്ടത്താപ്പ്, ഒരു വൈരുദ്ധ്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് തങ്ങൾ അനുഭവിക്കാത്തതൊന്നും മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ഒരു പിടിവാശി അവർക്കുള്ളതുപോലെ ആധുനിക മൂല്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും, വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും, എല്ലാ സംവിധാനങ്ങളുമൊക്കെ മക്കൾക്ക് ഒരുക്കി കൊടുക്കും. പക്ഷേ അതേസമയത്ത് സാംസ്കാരികമായ സംഗതികളോട് വരുമ്പോൾ, മൂല്യത്തെക്കുറിച്ചും സാംസ്കാരികമായ കാര്യങ്ങളെക്കുറിച്ച് വരുമ്പോൾ വളരെ പഴഞ്ചനും പിന്തിരിപ്പനുമായ രീതി ഇവരാവിഷ്കരിക്കും. എങ്ങനെയാണ് ഈ വിഷയത്തിൽ നാം നിലപാടെടുക്കേണ്ടത്? എങ്ങനെയാണ് പുതിയ തലമുറയെ നാം ഉൾക്കൊള്ളേണ്ടത്? പുതിയ തലമുറയെ നമ്മൾ സംശയത്തോടെ കാണുന്ന പരിപാടിയാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. നാം അവരുടെ കാലത്ത് നിന്ന് നമ്മളെ വിലയിരുത്തണം. പലപ്പോഴും നാം നമ്മളുടെ കാലത്ത് നിന്ന് അവരെ വിലയിരുത്തുന്നതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ മാറേണ്ടത് ആരാണ്? നമ്മുടെ തലമുറയാണ് മാറേണ്ടത്. പുതിയ തലമുറ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാകട്ടെ മുടന്തിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്കവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. പുതിയ തലമുറയുടെ അത്തരം വികാസങ്ങളെ വളരെ കാരുണ്യപൂർവ്വം സ്നേഹപൂർവ്വം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമായ സംഗതിയാണ്. പലപ്പോഴും ഈ സ്കൂളിലൊക്കെ കാണാം ലേണിംഗ് ഡിസബിലിറ്റിയെക്കുറിച്ച് പരാതി പറഞ്ഞു. ഞാനൊരു സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു കുറേ കാലം മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ വലിയ കാര്യത്തിൽ സംസാരിക്കുന്ന ഇതാണ് ലേണിംഗ് ഡിസബിലിറ്റി. അപ്പോൾ നമ്മൾ പറയലുണ്ട് ടീച്ചേഴ്സിനോട്, ഇത് ടീച്ചിങ് ഡിസബിലിറ്റിയാണ്, കുട്ടികളിലല്ല പ്രശ്നം. ആ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ മെരുക്കണം എന്ന് നിങ്ങൾക്കറിയാത്തതാണ് പ്രശ്നം. അതിനുള്ള പരിഹാരവും നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മളെ അവരുടെ കാലത്ത് നിന്ന് കാണാനും നമ്മൾ തിരുത്തേണ്ടത് തിരുത്താനും തയ്യാറാവാതെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഇഴയുന്ന രീതി, നമ്മളുടെ ഈ മുടന്തുകാല് ആണ് മാറ്റിവെക്കേണ്ടത്. അതല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന അവരെ പുറകോട്ട് വലിക്കുകയല്ല വേണ്ടത്. അവരുടെ ഒപ്പമെത്താൻ പഴയ തലമുറയാണ് ശീലിക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം പുതിയ തലമുറയിൽ കാണുന്ന അധർമ്മങ്ങളെയൊക്കെ നമ്മൾ വെള്ളപൂശണം, അല്ലെങ്കിൽ അത് കാണാതിരിക്കണം, അതെല്ലാം ഉൾക്കൊള്ളണം എന്ന അർത്ഥത്തിലല്ല. ഈ അധർമ്മങ്ങളൊക്കെ എല്ലാ തലമുറയിലും ഉണ്ട്. അതിൻ്റെ രീതിയിൽ ഓരോ രീതിയിലല്ല മറ്റു രീതിയിൽ അധർമ്മങ്ങളുണ്ട്. അത് ആ രീതിയിൽ വെള്ളപൂശണം, അല്ലെങ്കിൽ അതിനെ നേരെ കണ്ണടക്കണം എന്നർത്ഥത്തിലല്ല. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള തലമുറയാണ് പുതിയ തലമുറ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് നമ്മൾ കാണുന്നതാണ്. നമ്മളെക്കാൾ എത്രയോ മേലെയാണ് വിവരങ്ങളുടെയും വിജ്ഞാനങ്ങളുടെയും കാര്യത്തിൽ അവർ. ഒരല്പം അനുഭവ സമ്പത്ത് മാത്രമായിരിക്കാം അവർക്ക് കുറവുണ്ടാവുക. അതുകൂടി സ്നേഹബുദ്ധിയ പകർന്നു കൊടുക്കുന്നിടത്താണ് നമ്മുടെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ ആ സോഷ്യൽ ഫാബ്രിക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിലാണ്. ആ പ്രത്യേകതകളെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കഴിവിന് വേണ്ടി മനസ്സിനെ നാം വിശാലമാക്കേണ്ടതുണ്ട്. പുതിയ തലമുറയില്ലാത്ത ഒരുപാട് മൂല്യങ്ങൾ അവർക്കുണ്ട്. ഇപ്പോൾ സൗഹൃദത്തെക്കുറിച്ച്, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥതലങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മളുടെ തലമുറയിലല്ല പുതിയ തലമുറയുടെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. ബന്ധങ്ങൾ എന്നുള്ള വാക്കുകളൊക്കെ അർത്ഥവ്യാപ്തി, അതിൻ്റെ ആഴമൊക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് പുതിയ തലമുറയിൽ. സാധാരണ പഴയ തലമുറയിൽ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്ന അവസ്ഥയിൽ നിന്ന് അതൊക്കെ ഒരു മാനവികമായി വികസിക്കുന്നതിലും വളർച്ച പ്രാപിക്കുന്നതിലും പുതിയ തലമുറ ഒരുപാട് മുമ്പിലാണ്. അതേപോലെ മതത്തിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യനെ കാണാൻ കഴിയാത്ത ഒരു അവസ്ഥ ആയിരുന്നു പഴയ തലമുറക്ക് ഏറെക്കുറെ ഉണ്ടായിരുന്നത്. അത് പുതിയ തലമുറ അങ്ങനെയല്ല. ലിംഗഭേദങ്ങൾക്കപ്പുറത്തേക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ പഴയ തലമുറയാണ്. പുതിയ തലമുറ അങ്ങനെയല്ല. അതേപോലെ തന്നെയാണ് പണമാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയിരുന്ന അതിൽ നിന്ന് പണമല്ല ബന്ധങ്ങളാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് പുതിയ തലമുറ വിശേഷിച്ച് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദേശീയത എന്ന വളരെ കുടുസായ ഒരു സംസ്കാരത്തിൽ നിന്ന് ലോകമേ തറവാട് എന്ന രീതിയിലുള്ള ഒരു വികാസം പുതിയ തലമുറക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ അവരിൽ നിന്ന് പകർത്തേണ്ട സംഗതിയാണ്. നമ്മൾ പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടാവാം. അതോടൊപ്പം തന്നെ പുതിയ തലമുറയെ നോക്കി കാണുന്നിടത്ത് പഴയ തലമുറക്ക് അപാകത സംഭവിക്കുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. വലിയ ചിന്താഗതികളിലേക്കാണ് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രാദേശികയിൽ നിന്നും ലോകത്തോളം വളരുന്ന ഒരു പ്രത്യേക സംസ്കാരം പുതിയ തലമുറ അവരുടെ കാഴ്ചപ്പാട് ഉണ്ട് എന്നുള്ളതാണ്. വിവേചനങ്ങൾ കുറവാണ്. കറുത്തവൻ വെളുത്തവൻ, മേൽജാതി കീഴ്ജാതി, പണക്കാരൻ പാവപ്പെട്ടവൻ, പണ്ഡിതൻ പാമരൻ, മാപ്പിള നസ്രാണി, ഇത്തരം വിവേചനങ്ങളൊന്നും പുതിയ തലമുറക്ക് അറിയേയില്ല. ഇത് ഇങ്ങനെ നോക്കിയാൽ മനുഷ്യൻ വളരുകയാണോ തളരുകയാണോ? യഥാർത്ഥത്തിൽ മനുഷ്യൻ വളരുകയാണ് ചെയ്യുന്നത്. തലമുറ മാറ്റം വളർച്ചയിലേക്കുള്ള സൂചനകളാണ്. നമ്മൾ പരിതപിക്കുന്ന പോലെ പുതിയ തലമുറക്ക് ഒന്നും അറിയില്ല, വലിയ കഷ്ടമാണ്, നമ്മളുടെ തലമുറയായിരുന്നു എല്ലാം വലിയ സംഭവമായിരുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നുള്ളതാണ്. ഒരു 50 വർഷം മുമ്പ് ഉള്ള ഒരു കാര്യം, ഒരു കാലം എടുത്തു നോക്കാം. ജാതീയതയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അതുപോലെ ഗോത്രീയത, സംഘടനാപക്ഷം, സുന്നി, ജമാഅത്ത്, മുജാഹിദ്, തബ്ലീഗ്. ഇന്നത്തെ തലമുറക്ക് അങ്ങനെ വിവേചനം അറിയുകയില്ല. അവിടെ നിന്നൊക്കെ അവർ മാറി ഒരുപാട് വികസിച്ചിരിക്കുന്നു, അവർ ഒരുപാട് വലിപ്പം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവർ അറിവ് പകർന്നു തരേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദോഷങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ കാലത്തും ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. ദോഷങ്ങളില്ലാത്തൊരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല.
അവരെ നന്മയോട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം വേണ്ടത്. അവരെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതിനേക്കാൾ അവരുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ കാലത്ത് നിന്ന് നമ്മുടെ കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ നന്മകൾ ഉൾക്കൊള്ളുകയും തിരുത്തി കൊടുക്കുകയും തന്നെ വേണം. പലപ്പോഴും അവർ തോന്നിയവാസികളാണ്, അവർ മയക്കുമരുന്ന് MDMA ആണ്, മറ്റേതാണ് എന്നൊക്കെ നമ്മൾ പല രീതിയിലും അവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാ തലമുറകൾക്കും ബാധകമാണ്. ഇത്തരം അധാർമികത പ്രവണതയില്ലാത്ത ഒരു തലമുറയും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ, അവരെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥ, അതായത് ലോകത്തെ എല്ലാ തലമുറകളിലും ഉണ്ടായ സാധാരണ, അതൊക്കെ വളരെ അപൂർവം കൂടിയാണ്. എത്ര വേണ്ട ഈ അധാർമികത. പലപ്പോഴും മീഡിയകൾ ഇങ്ങനെ എല്ലാം റിപ്പോർട്ട്, അതായത് അപൂർവമായി എവിടെയൊക്കെയോ സംഭവിക്കുന്ന നിസ്സാര കാര്യങ്ങൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ കൊണ്ടും വായിപ്പിക്കുകയും കാണിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന മീഡിയകളാണ് അതിന് ഉത്തരവാദി. നമ്മുടെ വീട്ടിലുണ്ടോ ഇതേപോലെ? നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകൾ പരിശോധിച്ചു, നിങ്ങളുടെ പരിചിതമായ വൃത്തങ്ങൾ പരിശോധിച്ച് നോക്കൂ. വളരെ അപൂർവമായിട്ടുള്ള അധാർമിക പ്രവണതയെ കാണുന്നുള്ളൂ. അതിനെ സാമാന്യവൽക്കരിക്കാൻ പാടില്ല, അതിനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. അതിന് ആ അളവിലേ കാണേണ്ടതുള്ളൂ. ഇല്ല എന്നൊന്നുമല്ല, അതിനെ ആ അളവിലേ കാണേണ്ടതുള്ളൂ. പുതിയ തലമുറയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ എന്തുകൊണ്ടും വളരെ ഗംഭീരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാവും. ബുദ്ധിപരമായിട്ടും വൈജ്ഞാനികമായിട്ടൊക്കെ അവരുടെ സത്യസന്ധതയുടെയൊക്കെ കാര്യത്തിലൊക്കെ അവർ വളരെ വളരെ മുന്നിലാണ്, നമ്മളെക്കാളൊക്കെ വളരെ മുന്നിലാണ്. അതുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് കഴിയണം, സ്നേഹപൂർവ്വം ചേർത്ത് നിർത്താൻ കഴിയണം, അവരുടെ കഴിവുകൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ സങ്കല്പങ്ങളെ, ഭാവനയെ, ഭാഷയെ ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. അവരുടെ കലാസങ്കല്പങ്ങൾ എത്ര മേൽ മികച്ചതാണ്. ഇപ്പോൾ യൂത്ത് ഡയറക്ടേഴ്സൊക്കെ ചെയ്യുന്ന സിനിമകൾ കാണാം. ഹീറോയിസത്തിൻ്റെ ഒരു പരികല്പന വരെ മാറിയിട്ടുണ്ട്. മുമ്പൊരു വലിയ കരിസ്മാറ്റിക് ഫിഗറുള്ള ആളുകളൊക്കെയാണ് ഹീറോ ആയിട്ട് വരുന്നത്. ഇന്നതാണോ അവസ്ഥ? വളരെ ഒറിജിനലായ, വളരെ ഓർഗാനിക്കായ, വളരെ നാച്ചുറലായ കലാവിഷ്കാരങ്ങളാണ് പുതിയ തലമുറ. അതൊക്കെ വലിയ മാറ്റങ്ങളാണല്ലോ. നമ്മുടെ തലമുറ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയ പുതിയ തലമുറയുടെ അത്തരം കലാസങ്കല്പങ്ങളും ഭാവനകളും ഒക്കെ. അപ്പോൾ അത്തരം നന്മകളെ കാണാതെ, ഇപ്പോൾ ഖുർആനിൽ അങ്ങനെയുണ്ടല്ലോ, ഇപ്പോൾ ഇണകളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പെശകുകളുണ്ടെങ്കിൽ 1000 നന്മ അവളിലുണ്ടല്ലോ. ഇത് കണ്ടുകൂടെ? ഇത് തന്നെയാണ് പുതിയ തലമുറയെക്കുറിച്ചും നമുക്ക് ചോദിക്കാനുള്ളത്. ഖുർആൻ്റെ ആ ഒരു പാറ്റേണാണ് ഇവിടെ നാം ഉൾക്കൊള്ളേണ്ടത്. കലകൾ മാറുകയാണ്, ഭാഷകൾ മാറുകയാണ്, സങ്കേതങ്ങളും സങ്കല്പങ്ങളും ഒക്കെ മാറുകയാണ്. ഇവിടെയാണ് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടത്. അതോടൊപ്പം അവരുടെ വീഴ്ചകളില്ല എന്നല്ല, പുതിയ തലമുറ വീഴ്ചകളുള്ളവരാണ്. അവരുടെ ഗുണകാംക്ഷയോടെ തിരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തെ ഗൗരവത്തോടെ കാണുന്ന അവസ്ഥക്ക് നമ്മളെ അപേക്ഷിച്ച് കുറവുണ്ട്, ശരിയാണ്. അരാഷ്ട്രീയവൽക്കരണമുണ്ട്, ഒരു കൃത്യമായ പൊളിറ്റിക്സ് ഇല്ലായ്കയുണ്ട്. അതൊക്കെ ഗൗരവത്തിൽ ചർച്ചയ്ക്കെടുക്കുകയും സ്നേഹബുദ്ധിയെ ഉപദേശിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. കരിയർ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് അധികം നടക്കുന്നത്. അത് മോശമാണെന്ന അർത്ഥത്തിലല്ല. ഒരു ജീവിതത്തെ ഗൗരവപൂർവ്വം കാണാനും ഒരു കൃത്യമായ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാനും ഒരു ജീവിത രാഷ്ട്രീയത്തെ കരുപ്പിടിപ്പിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ, ഉപാധികളൊക്കെ അവർക്ക് ഉപദേശിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവരുടെ വീഴ്ചകളെ സ്നേഹബുദ്ധിയെ തിരുത്തുന്നിടത്താണ് നമ്മളുടെ മിടുക്ക് ഇരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ 50, 60, 70 കാലഘട്ടങ്ങളുടെ ഹിപ്പി സംസ്കാരത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും പ്രശ്നം എന്തായാലും പുതിയ തലമുറക്ക് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗുരുതരമല്ലെങ്കിലും തിരുത്തുക തന്നെ വേണം. അതേപോലെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്യുന്നതിൽ പുതിയ തലമുറ വളരെ സമ്പന്നരാണ്. നമ്മളുടെ ഇപ്പോൾ ഇവിടുത്തെ ഒരു 50 വയസ്സുകാരുടെ 50 വയസ്സ് കഴിഞ്ഞ ആളുകളെ എടുത്തു, നമ്മളുടെ ഒരു കൗമാര പ്രായത്തിൽ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്ത് കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്? അത് ഇന്നൊരു 12-15 വയസ്സായ കുട്ടികളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് വളരെ സമ്പന്നമാണ്, വളരെ വലുതാണ്. അവർക്ക് അതിനെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. നമുക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഖുർആനിലൊരു അധ്യായമുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് പാരായണം ചെയ്യാനും മനനം ചെയ്യാനും പഠിക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അധ്യായം. അത് സൂറത്തുൽ കഹ്ഫ്, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. ആ പേര് വരുന്നത് തന്നെ തലമുറയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങളെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ പകർന്നു തരാൻ വേണ്ടിയാണ്. ഇതല്ലാതെ വെറുതെ എല്ലാ വെള്ളിയാഴ്ചയും ബർക്കത്തിന് വേണ്ടി ഓതാൻ വേണ്ടിയല്ലല്ലോ അത് നിർദ്ദേശിക്കപ്പെടുന്നത്.
ഒരു പുതിയ തലമുറയെ വെച്ച് കൃത്യമായൊരു അവബോധമാണ് സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് വരുന്നത്. യുവാക്കളുടെ കഥയാണ് സൂറത്തുൽ കഹ്ഫ് പ്രധാനമായിട്ടും പറയുന്നത്. യുവാക്കൾ എന്നത് പുതിയ തലമുറയെ കുറിക്കുന്ന ഒരു വലിയ ചിത്രമാണ്. ഒരു നാടിനെ എങ്ങനെയാണ് യുവാക്കൾ സമീപിക്കുന്നത്, ഒരു സമൂഹത്തെ എങ്ങനെയാണ് യുവാക്കൾ സമീപിക്കുന്നത്, ഒരു ചരിത്രത്തെ യുവാക്കൾ എങ്ങനെയാണ് മാറ്റിപ്പണിയുന്നത് എന്നുള്ള ഒരു വലിയ ഒരു ചിത്രം, ഒരു ആവിഷ്കാരം നമുക്ക് സൂറത്തുൽ കഹ്ഫ് തരുന്നുണ്ട്. ഫിത്യത്ത് എന്നാണ് അവരെ ഖുർആൻ വിളിച്ചത്. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദ. അവർ കുറച്ച് ചെറുപ്പക്കാരായിരുന്നു, കുറേ യുവാക്കളായിരുന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു, അവരുടെ ഹിദായത്തിൽ, അവരുടെ സന്മാർഗത്തിൽ വലിയ വളർച്ച നൽകി. ഇതാണ് ഖുർആൻ പറയുന്നത്. ഫിത്യത്ത് എന്നാൽ യുവത എന്നാണ് അർത്ഥം. അങ്ങനെ സമൂഹത്തെ മാറ്റിമറിക്കുന്ന യുവതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പങ്കുവെക്കുന്ന ഒരു വലിയ അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. ഇതിനെ ആ അർത്ഥത്തിൽ കാണാൻ നമുക്ക് കഴിയണം. കഹ്ഫ്, ഗുഹ. എന്താണ് ഗുഹ? മലമുകളിലുള്ള ഗുഹ മാത്രമാണ്. മനസ്സിൻ്റെ ഉള്ളിലെ ഗുഹയെക്കുറിച്ച് കൂടിയാണ്. മനസ്സാകുന്ന ഗുഹയുടെ അകത്ത് കയറിക്കൂടി ഉറങ്ങുന്ന, ആ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വലിയ ചരിത്രം മാറ്റിമറിച്ച യുവാക്കളെക്കുറിച്ചാണ് പറയുന്നത്. സുഷുപ്തിയിൽ പ്രവേശിച്ച ഒരു പറ്റം യുവാക്കൾ. സുഷുപ്തി എന്ന് പറഞ്ഞാൽ, സുഷുപ്തി എന്ന് നമുക്കറിയാലോ, ഒരു പുഴു സുഷുപ്തിയിലൂടെ പൂമ്പാറ്റയായി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മാറുന്ന ഘട്ടം ആണ് സുഷുപ്തി. അങ്ങനെ സുഷുപ്തിയിലൂടെ മാറി വലിയ ചരിത്രം രചിച്ച യുവാക്കളുടെ കഥയാണ് കഹ്ഫ് പറയുന്നത്. ഒരു പുഴു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പൂമ്പാറ്റയായി മാറുന്നു. ഇങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുന്നതോടെ പൂമ്പാറ്റയായി മാറുന്ന യുവാക്കളെക്കുറിച്ചുള്ളൊരു അധ്യായം കൂടിയാണ് കഹ്ഫ്. തൊടാൻ അറപ്പ് തോന്നുന്ന പുഴു, ഒരുറക്കത്തിന് ശേഷം കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന അന്തരീക്ഷത്തിൽ ചിറകടിച്ച് പറക്കുന്ന പൂമ്പാറ്റയായി മാറുന്നു. ഇതാണ് യുവാക്കൾ. അവരോടൊപ്പം ഒരു നായ ഉണ്ടായിരുന്നു. വക്കൽബുഹും ബാസിത്തുൻ ദിറാഇ ബിൽ വസീദ് എന്നാണ് പറയുന്നത്. വക്കൽബ്, അവരുടെ നായും. ആ കൂട്ടത്തിലൊരാളായിട്ട് ഖുർആൻ അതിനെ എണ്ണിയിട്ടുണ്ട്. മഹത്വത്തിൻ്റെ അടയാളമാണ് നായ. കാവലിൻ്റെ അടയാളമാണ്, ജാഗ്രതയുടെ അടയാളമാണ്, ഉണർവിൻ്റെ അടയാളമാണ്, ഉറങ്ങാതിരിക്കുന്നതിൻ്റെ അടയാളമാണ്. അതാണ് യുവാക്കൾ. ഉറങ്ങാതിരിക്കുന്നതിൻ്റെ പേരാണ്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ കാത്തുവെക്കുന്ന കാവലിൻ്റെ ജാഗ്രതയുടെ അടയാളമാണ് യുവാക്കൾ. ഇതുകൂടിയാണ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു സമൂഹത്തിൻ്റെ കാവൽക്കാരായി യുവാക്കൾ മാറുകയാണ്. ആ രീതിയിൽ ആ യുവാക്കളെ നോക്കിക്കാണാനും അതിനുവേണ്ടി അവരെ ചേർത്ത് നിർത്താനും വളർത്താനും പഴയ തലമുറക്ക് സാധിക്കേണ്ടതുണ്ട്. പേടിപ്പിച്ച് അകറ്റലല്ല, മറിച്ച് അവരെ ഉൾച്ചേർത്ത് നിർത്താനാണ് പണ്ഡിതന്മാരും സംഘടനകളൊക്കെ ശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. തഖ്വയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. യുവാക്കളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചാലക ശക്തി. അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഊർജം. പുതിയ തലമുറയെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കുറ്റപ്പെടുത്തി മാറ്റി നിർത്താതെ വർദ്ധിത വീര്യമുള്ളതാക്കി മാറ്റുകയാണ് യുവത്വത്തോട് നാം ചെയ്യേണ്ടത്. ഇബ്രാഹിം നബിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹം യുവാവായിരുന്നു. നമ്രൂദിൻ്റെ രാജസദസ്സിൽ ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള പരാമർശം അങ്ങനെയാണ്. ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ ഈ വിശ്വാസ ആചാരങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഖുർആനിൽ. ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലാക്കിക്കൊണ്ട് നമ്മുടെ ഇളം തലമുറയെ വളർത്തുന്നിടത്താണ് നമുക്ക് പറ്റുന്ന തെറ്റ്. മിങ്കിൾ ചെയ്യാതെ ആണിനെയും പെണ്ണിനെയും ഒക്കെ വേർതിരിച്ച് വളർത്തുന്നിടത്ത് നാം ശരിക്കും അവരുടെ വളർച്ചയെ തടയിടുന്നുണ്ട്. മുസ്ലിം സ്കൂളുകളും ക്രിസ്ത്യൻ സ്കൂളുകളും ഒക്കെ ആയിട്ട് ഒരു ബഹുസ്വര ബന്ധങ്ങളിലേക്ക് പോകാതെ ഇപ്പോൾ തന്നെയുണ്ട് പല മതസംഘടനകളും ഈ ചെറിയ കുരുന്നു പ്രായത്തിൽ 2.5-3 വയസ്സുള്ള കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ തന്നെ മതം കൂടി പഠിപ്പിക്കാൻ വേണ്ടി ചില പ്ലേ സ്കൂളുകളൊക്കെ തുടങ്ങുന്നുണ്ട്.
അതിനവർ പറയുന്ന ന്യായം വെച്ചാൽ ചെറിയ കുട്ടികൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ചൊല്ലുന്നു, കിടക്കാൻ നേരത്തും ഉണരാൻ നേരത്തൊക്കെ ചൊല്ലുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ടാവണ രസം, കേൾക്കുമ്പോൾ ഉണ്ടാവണ ഇവർക്കുള്ള രസം ഈ കുട്ടികളുടെ ബാല്യം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ സമയമാകുമ്പോൾ പഠിക്കാൻ മാത്രമുള്ളതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ മത്സരിച്ച് അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയാണ്. ആരും മാറ്റി നിർത്തപ്പെടാവതല്ല. 1:1 എന്നുള്ള നിലക്ക് അള്ളാഹു സൃഷ്ടിച്ച ആൺ പെൺ അതിങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ അടച്ച് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട് വളർത്തപ്പെടുന്ന സമൂഹത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബഹുസ്വര ബന്ധങ്ങളില്ലാതെ, അതായത് ജെൻഡർ വ്യത്യാസങ്ങൾ പോലും ഏത് രീതിയിൽ വേണം, അതിൻ്റെ ഒരു ധാർമ്മിക പരിധികൾ പാലിക്കാൻ എങ്ങനെയാണ് എന്ന് പോലും അറിയിക്കാതെ നമ്മൾ വളർത്തപ്പെടുന്ന തലമുറ യഥാർത്ഥത്തിൽ നമുക്ക് പ്രശ്നം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഈ സൈക്കോളജിസ്റ്റുകളോടും കൗൺസിലർമാരോടൊക്കെ സംസാരിച്ചറിയാം എത്രയോ പ്രശ്നങ്ങളാണ് ഈ കൗമാര പ്രായത്തിൽ, ടീനേജ് പ്രായത്തിലൊക്കെ അവരുടെ അടുത്ത് വരുന്നത്. മാതാപിതാക്കളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലും ഒരു ആരോടും റെസ്പെക്റ്റ് ഇല്ലാതെ. ഇതിൻ്റെയൊക്കെ കാരണം ഇത്തരം നമ്മളുടെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ്. നമുക്കൊരു നല്ല പാരൻറ്റിങ് കൊടുക്കാൻ കഴിയാത്തതിന്, അങ്ങനെ ഒരു അവബോധം മതനേതൃത്വത്തിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ തലമുറയെ വളരെ പ്രതീക്ഷയോടെ കാണാനും അവരെ ചേർത്ത് നിർത്താനും അവർക്ക് ആവശ്യമുള്ളത് അവരുടെ തലത്തിൽ നിന്ന് കൊടുക്കാനും അവർക്ക് ദഹിക്കുന്ന രീതിയിൽ കൊടുക്കാനും നമ്മളുടെ അടുത്തേക്ക് അവരെ വലിച്ചടുപ്പിക്കാതിരിക്കാനും അവരിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മൾ ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ മുത്തഖീന ഇമാമാ. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.